Hi all, ഇന്ന് നമ്മൾ ടു സം എന്ന പ്രോബ്ലം ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ ഗിവൻ an array of integers num and an integer target, return indices of two numbers such that they add up to the target. You may assume that each input would have exactly one solution and you may not use the same element twice. You can return the answer in any order. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് നമുക്കൊരു നംസ് അറേ തന്നിട്ടുണ്ട്, ഓക്കെ, പിന്നെ ഒരു ടാർഗറ്റ് തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇൻപുട്ട്. ബട്ട് ഈ ടാർഗറ്റ് എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ഈ നംസ് അറേൻ്റെ അകത്ത് ഈ ടാർഗറ്റ് കിട്ടുന്ന രണ്ട് നമ്പേഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2 + 7 എന്ന് പറയുന്നത് 9 ആണ് അല്ലേ. അപ്പോൾ ഈ നംസ് അറേൻ്റെ അകത്ത് നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ പ്രിൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 0,1, അതായത് 2ൻ്റെ ഇൻഡെക്സും 7ൻ്റെ ഇൻഡെക്സും നമ്മൾ ഒരു അറേ ആയിട്ടാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് നമ്മുടെ ഔട്ട്പുട്ട്. നമുക്ക് ഒരു സെക്കൻഡ് എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് നംസ് അറേ 3 to 4 ആണ്. ടാർഗറ്റ് തന്നത് 6 ആണ്. അപ്പോൾ ഈ ടാർഗറ്റ് കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് ഇതിനകത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുവാണെങ്കിൽ 2 and 4, 2ഉം 4ഉം ആണ് ഇതിൻ്റെ ആൻസർ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1,2 എന്നാണ്. അതായത് 2ൻ്റെയും 4ൻ്റെയും ഇൻഡെക്സ് നമ്മൾ അറേ ആയിട്ടാണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് ടു സം മെത്തഡിൻ്റെ. അപ്പം നമ്മൾ ഒരു ഔട്ട്പുട്ട് അറേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതേ ഔട്ട്പുട്ട് അറേ നമുക്ക് റിട്ടേൺ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കോഡ് നമുക്ക് എഴുതാം. ഫോർ ഇൻഡ് I = 0, I less than nums dot length I++. ഇത് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ചാണ്. അതുകൊണ്ട് നമ്മൾ രണ്ട് ലൂപ്പ് വെച്ചിട്ടാണ് എഴുതുന്നത്. ജെയുടെ ഇൻഡെക്സ് I+1 തുടങ്ങുന്നത്. ഇഫ് nums of I plus nums of j equal to target, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് ഓഫ് 0ലേക്ക് ഐയും ഔട്ട്പുട്ട് ഓഫ് 1ൽ ജെയും നമുക്ക് റിട്ടേൺ ചെയ്യാം. കോഡൊന്ന് ജസ്റ്റ് കമ്പൈൽ ചെയ്യാം. അപ്പം ഇൻപുട്ട്സ് എല്ലാം ആക്സെപ്റ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് n² ആണ്. കാരണം നമ്മൾ രണ്ട് ലൂപ്പ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു എഫിഷ്യൻറ്റ് സൊല്യൂഷൻ അല്ല. അടുത്തത് നമുക്കൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഹാഷ് മാപ്പാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഔട്ട്പുട്ട് എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഡിക്ലെയർ ചെയ്യാം. ഒരു മാപ്പ് ഓഫ് ഇൻറ്റിജർ ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അതിൻ്റെ കീ എന്ന് പറയുന്നത് നംസ് ഓഫ് ഐയും വാല്യൂ എന്ന് പറയുന്നത് ഐയും ആയിരിക്കും നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കാണാം. നമുക്ക് ഒരു കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് മൈനസ് നംസ് ഓഫ് ഐ ആയിരിക്കും. അതാണ് നമ്മുടെ കോംപ്ലിമെൻ്റ്. ആ കോംപ്ലിമെൻ്റ് നമ്മുടെ മാപ്പിൽ ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യാണ്. മാപ്പിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് ഓഫ് 0ലേക്ക് ഐയും ഔട്ട്പുട്ട് ഓഫ് 1ൽ മാപ്സ് ഡോട്ട് ഗെറ്റ് കോംപ്ലിമെൻറ്റ്, അതാണ് നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ മാപ്പിൻ്റെ അകത്ത് എല്ലാ വാല്യൂസും പുട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് നംസ് ഓഫ് I, I ആണ് നമ്മൾ പുട്ട് ചെയ്യാൻ പോകുന്നത്. കീ എന്ന് പറഞ്ഞാൽ നംസ് ഓഫ് ഐയും വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സും ആണ്. നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് റിട്ടേൺ ചെയ്യാം, ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു ഇല്ലീഗൽ ആർഗ്യുമെൻറ്റ് എക്സെപ്ഷൻ നമുക്ക് ത്രോ ചെയ്യാം, നോ മാച്ച് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട്. കോഡൊന്ന് കമ്പൈൽ ചെയ്യാം. ഓക്കെ, നമുക്ക് അവിടെ മാപ്സ് എസ് മാറ്റണം. എല്ലാ ടെസ്റ്റ് കേസസും അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സബ്മിറ്റ് ചെയ്യാം. 2 millisecond നേരത്തെക്കാട്ടും നല്ലോണം സ്പീഡ് കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു എഫിഷ്യൻറ്റ് സൊല്യൂഷനാണ്. അപ്പോൾ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് n log n ആണ്. കാരണം ഹാഷ് മാപ്പിൻ്റെ സെർച്ച് ചെയ്യാനുള്ള ടൈം കോംപ്ലക്സിറ്റി log n ആണ്. പിന്നെ നമുക്കൊരു ലൂപ്പും കൂടെ ഉണ്ട്.